ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. സെയിൽസ് ട്രെയിനിങ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് കസ്റ്റമറെ നമ്മളെ കയ്യിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമറിന് തമ്മിലുള്ള റിലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സൊല്യൂഷൻസ് കസ്റ്റമറിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് സെല്ലിംഗ് ടെക്നിക്സ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 3F ടെക്നിക് എന്നാണ് ഇതിന് പറയാൻ പോകുന്നത്. ഇതാണ് 3F ടെക്നിക്കാണ്. ഫീൽ, ഫെൽ, ഫൗണ്ട് എന്നാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണരൂപം. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കസ്റ്റമർ നിങ്ങൾ പറയുന്ന കേൾക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു അതോറിറ്റി ആയിട്ട് നിങ്ങൾ ഒരു നല്ല സപ്പോർട്ടീവ് റോളിൽ നിങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഈ സംഭവം പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് സെയിൽ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ക്വിക്ക് സെല്ലിംഗ് മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് 1-to-1 സെയിൽ ഉപയോഗിക്കാം, കോൾഡ് കോളിംഗ് സെയിലും ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അറിയാം. വെൽക്കം ടു വീഡിയോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്രീ കണ്ടൻറ്റുകൾ, വളരെ എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ചാനലാണിത്. അപ്പോൾ ഫീൽ, ഫെൽറ്റ്, ഫൗണ്ട് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതായത് ഇപ്പം ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനൊരു സോഫ്റ്റ്വെയർ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. സോഫ്റ്റ്വെയർ സെല്ല് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ പറഞ്ഞു, അയ്യോ ഇതെനിക്ക് പറ്റില്ല, കാരണം നമ്മൾ ടു ഏർലി ആണെന്ന് തോന്നുന്നു, എൻ്റെ സ്റ്റാഫിന് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ പറ്റില്ല സാർ, എൻ്റെ സ്റ്റാഫിന് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ എന്ത് ചെയ്തു, വാട്ട് ഐ ഫെൽറ്റ് ഞാൻ അദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്തു. സാർ എക്സാക്ട്ലി, ബട്ട് ഇത് തന്നെയാണ് ഞാനും ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. what I felt, but actually when I see something, when I found something, ഇത് തന്നെയാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വാട്ട് യു ഫെൽറ്റ് അബൌട്ട് ദാറ്റ് ഫീലിംഗ് എന്ന് പറഞ്ഞു. അതിനുശേഷം വാട്ട് യു ഫൗണ്ടും കൂടെ പറയാം. ഞാനിങ്ങനെ എൻ്റെ സെയിൽസ് ജോലി സംബന്ധിച്ചു സാറിൻ്റെ എക്സാക്റ്റ് അതേപോലുള്ള ഒരു കസ്റ്റമർ ഞാൻ പരിചയപ്പെടുകയും അദ്ദേഹം വിത്തിൻ 3 months 3x പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കണ്ട സമയത്ത് ഐ ട്രൂലി ബിലീവ് ദാറ്റ് ദിസ് വിൽ വർക്ക്. കിട്ടിയോ? കസ്റ്റമറുടെ ഫീലിംഗ് പറഞ്ഞു. ആ ഫീലിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്താണോ ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു സംഭവത്തിൻ്റെ മുകളിൽ നിങ്ങളുടെ ഫീലിങ്സ് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ എന്ത് ഫൗണ്ട് ചെയ്തു എന്നുള്ളത് പറഞ്ഞു. ഫീൽ, ഫെൽറ്റ്, ഫൗണ്ട് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു തീർത്ഥയാത്ര നടത്തുന്ന ഒരു ടൂർ ഓപ്പറേറ്റിംഗ് ഏജൻസിയാണ്. 2 വയസ്സായ ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വന്നു, ടൂർ പാക്കേജ് വാങ്ങിക്കാൻ വന്നു. പക്ഷേ ആ സമയത്ത് നോർത്ത് ഇന്ത്യയിലേക്കാണ് ട്രാവൽ പോകുന്നതെങ്കിൽ കൂടി അപ്പം അവർ പറഞ്ഞു, ആ കസ്റ്റമർ പറഞ്ഞു, അയ്യോ എനിക്ക് നോർത്ത് ഇന്ത്യ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഒന്നാമത് ഭയങ്കര ട്രാവലിംഗ് ഉണ്ട്, അതിനുശേഷം തണുപ്പായിരിക്കും, ആ തണുപ്പ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ആസ് എ കസ്റ്റമർ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം. തീർച്ചയായിട്ടും പറഞ്ഞു, മാം ഇത് തന്നെയാണ് ആക്ച്വലി ഞാനും ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. അൺലെസ് ആൻഡ് അണ്ടിൽ ഐ വെൻറ്റ് ദെയർ വിത്ത് സം ABC പീപ്പിൾ. അവർ എന്ത് ചെയ്തു, അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഹിയർ വാട്ട് ഐ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ ഇയാളോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ദിസ് ഈസ് ട്രൂലി സംതിങ് ബിലീവബിൾ. കാരണം ഇതിനെക്കുറിച്ചുള്ള യാതൊരു ഐഡിയയും അറിയാത്ത ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്ന ഫീലിംഗിൽ നിന്നും നിങ്ങൾ ആ ഫീലിംഗ് എടുത്തു, അതിന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തു, ആൻഡ് യു ഫൗണ്ട് എ സൊല്യൂഷൻ ആൻഡ് യു ആർ ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദാറ്റ്. ഈ ഒരു ടെക്നിക്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് സെയിൽസ് മെത്തേഡിലും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർ നിങ്ങൾ പറയുന്ന കേൾക്കും. യു വിൽ ഹാവ് ദ അതോറിറ്റി, നിങ്ങൾക്ക് കയ്യിൽ ആ കൺട്രോൾ ഉണ്ടാവും. ആ കൺട്രോൾ വെച്ചിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ ടെക്നിക്സ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും ട്രെയിനിങ്, ഇത്തരത്തിലുള്ള സെയിൽസ് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു സോ മച്ച്.